കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്നിലെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്നിലെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. അവിടെ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്നെ ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. ഓരോ ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, ഓരോ ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ നടക്കുന്നതേ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. മനുഷ്യനെ നയിക്കുന്നവരല്ല, അവന് ചേർന്ന് ഇണയെ നൽകി അവനെ അനുഗ്രഹിക്കും. കർത്താവേ, ഞങ്ങൾ പറയുന്നു ഈ സായങ്കാലം പ്രിയപ്പെട്ട ഞങ്ങളുടെ തയ്ച്ചായനോടും സുമചേച്ചിയോടും ഒപ്പം ഈ ഭവനത്തിൽ വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹമെന്ന ആ വലിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ ആ വലിയ ഉത്തരവാദിത്തത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അങ്ങയുടെ നാമത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഇവരുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമാകുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവിടുത്തെ വചനത്തിന്റെ ശക്തിയാലാണ് ഇവർ ഒന്നിക്കപ്പെട്ടതെന്ന് ഞങ്ങൾ അറിയുന്നു. ചേർന്ന് ഇണയെ നൽകി അനുഗ്രഹിച്ച ദൈവം അവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനം 128 പറയുന്നതുപോലെ കർത്താവിന്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹിക്കപ്പെടും. അവന്റെ അധ്വാന ഫലം അവൻ അനുഭവിക്കും. അവന്റെ ഭാര്യ ഭവനത്തിൽ ഫലം പുറപ്പെടുവിക്കുന്ന മുന്തിരി പോലെയും മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതകൾ പോലെയുമായി കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിന്റെ ശക്തമായ ഇവരാരംഭിച്ചിരിക്കുന്ന കുടുംബജീവിതം, ദൈവത്തിൽ ആശ്രയിച്ച് ഇവരാരംഭിച്ചിരിക്കുന്ന കുടുംബജീവിതം അനുഗ്രഹമായി തീരട്ടെ. ഇവരുടെ അധ്വാനത്തിന്റെ ഫലം ഇവർക്ക് അനുഗ്രഹമായിട്ട് മാറട്ടെ. ഇവരുടെ പ്രിയപ്പെട്ട മകൾ ഈ കുടുംബത്തിന് വെളിച്ചവും തെളിച്ചവുമായിട്ട് മാറട്ടെ. ഇവരുടെ ജീവിതത്തെ കുഞ്ഞു മക്കളെ നൽകി അനുഗ്രഹിച്ച് ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്.
എല്ലാം ദൈവമഹത്വത്തിനായി സമർപ്പിക്കുന്നു. ഈ കൂട്ടായ്മ നൽകിയതിനെ ഓർക്കുന്നു. കർത്താവേ, ഞങ്ങൾ ദേശത്തേക്ക് കടന്നു വന്നിട്ട് പല പ്രയാസങ്ങളിലൊക്കെ കടന്നുപോയെങ്കിലും ഓരോ ദിവസവും ഞങ്ങൾ ഇപ്പോൾ പാടിയതുപോലെ പരീക്ഷ തങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചാലും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവേ, നിന്റെ സ്നേഹം ഓരോ ദിവസവും ഓരോ നിമിഷവും അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ നാളുകളിൽ ഇവിടെ കടന്നുപോയത്. ഈശോയെ ഞങ്ങൾ നന്ദി പറയുക. എല്ലാ വേദനകളെയും ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ തകർച്ചകളെയും ഓർത്ത് നന്ദി പറയുന്നു. ജീവിതകാലത്ത് കടന്നുപോയ എല്ലാ സങ്കടങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. എല്ലാം നിന്റെ സ്നേഹം അനുഭവിച്ചറിയുമെന്ന നിമിഷങ്ങളായിരുന്നു ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, ഈ സായാഹ്നം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ഒന്നു ചേർന്ന് കർത്താവിനെ സ്തുതിച്ച് ബോധപ്പെടുത്താമോ? ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 എന്നതില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്നതിൻ സ്നേഹത്തിനും എന്നതില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്നതിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ. സ്റ്റോപ്പ് ചെയ്തിട്ട്